നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് പരാജയം. വലൻസിയ അവരെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 2008 ശേഷം ആദ്യമായിട്ടാണ് സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് വലൻസിയ വിജയിക്കുന്നത്. മാത്രമല്ല, ഈ സീസണിലെ വലൻസിയയുടെ ലാലിഗയിലെ ആദ്യത്തെ വിജയം കൂടിയാണിത് എന്ന കാര്യം ഓർക്കുക. ഇന്ന് ബാഴ്സലോണ വിജയിക്കുകയാണെങ്കിൽ റയലിനോട് 6 പോയിന്റ് ലീഡിലേക്ക് അവർക്ക് കടക്കാൻ പറ്റും എന്നുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി റയലിൻ്റെ ഈ തോൽവിയോടുകൂടി ബാഴ്സക്ക് കൈവന്നിരിക്കുകയുമാണ്. ഏതായാലും മത്സരം 2-1 റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടത്. റയലിനായിട്ട് വിനി ജൂനിയർ ഒരു ഗോൾ അടിച്ചു. പക്ഷേ ആദ്യം ലഭിച്ച പെനാൽറ്റി അദ്ദേഹം പാഴാക്കിയിരുന്നു. ഗോൾ കീപ്പർ അത് തടഞ്ഞിടുകയായിരുന്നു. ഒരു ദുർബല പെനാൽറ്റിയൊന്നോ അല്ലെങ്കിൽ അത്ര മികച്ച പെനാൽറ്റി അല്ല, ഏതാണ്ട് സെൻറ്ററിലേക്ക് എന്ന രൂപത്തിൽ വന്നതാണ് ഗോൾ കീപ്പർ തടഞ്ഞിട്ടത്. ഗോളിയുടെ കാര്യം എടുത്തു പറയണം. അവരുടെ ഗോൾ കീപ്പർ മമഡാഷ്വിലി മിന്നും പ്രകടനമാണ് റയലിനെതിരെ നടത്തിയത്. അതുകൊണ്ടുകൂടിയാണ് വലൻസിയയ്ക്ക് വിജയം സ്വന്തമാക്കാൻ പറ്റിയത്. 8 സേവുകൾ അദ്ദേഹം നടത്തി. അതിൽ 5 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. ഒരു പെനാൽറ്റി സേവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സോ കിടിലൻ പ്രകടനമാണ് ജോർഗി മമഡാഷ്വിലി ഈ ഒരു കളിയിൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് വലൻസിയ ബെർണാബുവിൽ നിന്ന് 3 പോയിന്റ് കൊണ്ടുപോയിരിക്കുന്നത്. വലൻസിയയ്ക്ക് വേണ്ടി ഡിയാക്കബിയും ഹ്യൂഗോ ഡ്യൂറയുമാണ് ഗോളുകൾ നേടിയത്. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. വിനി ജൂനിയർ എടുത്ത പെനാൽറ്റി അത് ശരിക്കും വിൻ ചെയ്തത് എംബാപ്പയായിരുന്നു. 14-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി തടയപ്പെട്ടു. തൊട്ടു പിന്നാലെ ഡിയാക്കബിയിലൂടെ വലൻസിയ ഗോൾ അടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് വലൻസിയ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് 50-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. ബെല്ലിംഗാമിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഒരു കോർണറിനെ തുടർന്നാണ്, മോഡ്രിച്ചിൻ്റെ കോർണറിനെ തുടർന്നാണ് ആ ഒരു ഗോളിലേക്കുള്ള വഴി വരുന്നത്. അങ്ങനെ 1-1 സമനില. കളി പുരോഗമിക്കവേ 80 മിനിറ്റിന് മുമ്പ് തന്നെ വിനി ജൂനിയറെയൊക്കെ കോച്ച് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. മോഡ്രിച്ചിനെ പിൻവലിച്ച് എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ ഒരു ആഴ്സണലിനെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം മുന്നിൽ കണ്ട് നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ്. ഏതായാലും കളി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹ്യൂഗോ ഡ്യൂറയിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് വലൻസിയ വിജയം സ്വന്തമാക്കിയായിരുന്നു. 2-1 അപ്രതീക്ഷിത വിജയം അവർ സ്വന്തമാക്കിയതോടെ റയൽ മാഡ്രിഡിന് കിരീട പോരാട്ടത്തിൽ വലിയ രൂപത്തിൽ കാലിട്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.